2026 ഏതൊക്കെ കാറ്റഗറിയിലാണ് PR കൊടുക്കേണ്ടത് എന്നൊരു കൺസൾട്ടേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഓഗസ്റ്റ് തൊട്ട് സെപ്റ്റംബർ വരെയാണ് കാനഡയിൽ തന്നെയുള്ള പല വ്യവസായങ്ങളിലെ ആൾക്കാരെയും അല്ലെങ്കിൽ പല ജോലി സംബന്ധമായിട്ടും ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾക്കാരെ എടുത്തു നിന്നൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ ഫീൽഡിലാണ് ഇപ്പോൾ ഷോർട്ടേജ് ഉള്ളത്, ഏതൊക്കെ തരം ഫീൽഡിലുള്ള ആൾക്കാരാണ് ഇനി ഉടനെ റിട്ടയർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു കൺസൾട്ടേഷനാണ് ഇപ്പം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടക്കുന്നത് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ 3 വരെയാണ് ആ ഒരു കൺസൾട്ടേഷൻ നടക്കുന്നത്. അതിനുശേഷം ഒരു ഒക്ടോബറൊക്കെ ആകുമ്പം ഓരോ പ്രൊവിൻസിലുള്ള മിനിസ്റ്റേഴ്സ് എല്ലാം അവിടെ ചേർന്നിട്ട് അവർ ഈ കളക്ട് ചെയ്ത ഡേറ്റ എല്ലാം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുകയും അതിനുശേഷം നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇന്ന ഒരു കാറ്റഗറിയിലൊക്കെ ആൾക്കാർക്ക് ഇവിടെ കാനഡയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഡിസിഷൻ ഫൈനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഈ ഒരു കൺസൾട്ടേഷൻ നടത്തുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ഏതൊക്കെ ഫീൽഡിലേക്ക് ആൾക്കാർക്ക് ഇവിടെ വിസ കൊടുത്ത് ഇവിടെ പഠിക്കാനായിട്ട് കൊണ്ടുവരണം, അതേപോലെ തന്നെ PGWPയിലൊക്കെ ഏതൊക്കെ ഫീൽഡിൽ ഉള്ളവർക്കാണ് ഇവിടെ ഒരു ജോലി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ PGWP അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത്, ഇതുകൂടാതെ തന്നെ പഠനശേഷം അവർ വർക്ക് ചെയ്ത ഫീൽഡിലൊക്കെ ഏതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇവർ ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം 2024 ഏകദേശം ഇതുപോലെ തന്നെ ഒരു റിസർച്ച് അവർ കണ്ടക്ട് ചെയ്യും. അതിൽ പ്രകാരം കുറേ രീതിയിലുള്ള കാറ്റഗറി അവർ ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് നാട്ടിലുള്ള ആൾക്കാർക്കാണ്. കാരണം നാട്ടിൽ നിന്ന് PR-ന് കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് കാറ്റഗറി ബേസ്ഡ് ഡ്രോയിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് കോവിഡിനൊക്കെ മുമ്പ്, ഇവിടെ ഒരു കാനഡയിലേക്ക് PR എടുത്ത് വരുന്നത് ഓപ്പൺ കാറ്റഗറി ആയിരുന്നു. ഏത് ജോലിയുള്ളവർക്കും അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണെങ്കിലും അവർക്കെല്ലാം PR-ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കാനഡയിലേക്ക് വരായിരുന്നു. എന്നാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പം കാറ്റഗറി, അതായത് ഹെൽത്ത് കെയറിലുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ഫീൽഡിലുള്ളവർക്കോ ഒക്കെ മാത്രമേ കാനഡയിലേക്ക് PR എടുത്ത് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവരെ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നൊരു ഇതാണ് ഈ ഏത് കാറ്റഗറിയാണ് ഇനി 2026 അവർ പബ്ലിഷ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ആദ്യം തന്നെ 2025 ഇങ്ങനൊരു കാറ്റഗറിയുടെ ഒരു ഡിസ്കഷൻ അവിടെ നടന്നത് 2024 ഒരു ഓഗസ്റ്റ് തൊട്ട് ഒരു സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ജോലി ഇവിടെ ആവശ്യമുള്ളതും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ റിട്ടയർ ചെയ്യാൻ പോകുന്നതും ഒക്കെ മനസ്സിലാക്കിയാണ് അന്നൊരു 3-4 കാറ്റഗറി അവർ പബ്ലിഷ് ചെയ്തത്. അതെന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഹെൽത്ത് കെയർ കാറ്റഗറി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം റിട്ടയർ ആകാൻ പോകുന്നതും, അതുപോലെ തന്നെ ഒത്തിരി അധികം ഹോസ്പിറ്റൽസൊക്കെ ഇനിയും ഫ്യൂച്ചറിലാണെങ്കിലും വരാനൊക്കെ പോകുന്നത് ഹെൽത്ത് കെയറിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി ഹെൽത്ത് കെയർ കാറ്റഗറിയിലൊക്കെ അവർ ഒരു കാറ്റഗറിയിൽ ഡ്രോ കണ്ടക്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ അവർ പബ്ലിഷ് ചെയ്ത മറ്റൊരു ഇതായിരുന്നു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് വരെ എഡ്യൂക്കേഷൻ്റെ കാറ്റഗറിയിൽ ഒരു കാറ്റഗറി അവർ ഉണ്ടാക്കിയിട്ടേ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതലായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിനൊക്കെ സാധ്യത കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് 2025 എഡ്യൂക്കേഷൻ്റെ ഒരു ഫീൽഡ് പുതിയതായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. എന്നിരുന്നാലും ഇത്രയും നാൾ ഏകദേശം ഓഗസ്റ്റ് അവസാനമായിട്ടും ആകെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് 1000 പേർക്ക് മാത്രമേ ആ ഫീൽഡിൽ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും ചില കാറ്റഗറികളൊക്കെ അവർ ഒഴിവാക്കിയപ്പോൾ എഡ്യൂക്കേഷൻ അവർ ആഡ് ചെയ്തു എന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇതുകൂടാതെ തന്നെ അഗ്രികൾച്ചർ, സ്റ്റെം, ട്രേഡ് ഒക്കെ കാറ്റഗറി 2025 അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ തന്നെ 2026 ഏതൊക്കെ ഒരു ഫീൽഡാണ് അവർ ആഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ ഒരു സമയത്ത് അവർ റിസർച്ചിൽ ഇപ്പം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉറപ്പിക്കാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ കാറ്റഗറി അവർ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും നാളത്തെ ഒരു ട്രോയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ കാറ്റഗറി തന്നെ ഏകദേശം 7500 പേർക്ക് PR കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ള കൂടുതൽ ആൾക്കാരും ഔട്ട്സൈഡ് കാനഡ ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിലൊക്കെ ഇവിടെ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഹെൽത്ത് കെയർ കാറ്റഗറിയും അടുത്ത വർഷത്തേക്ക് അവർ കീപ്പ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. പിന്നെ അവർ നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറും സ്റ്റെമ്മും അവർ ഈ വർഷം 2025 കാറ്റഗറി അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഓഗസ്റ്റ് അവസാനം എത്തുമ്പോൾ ഇതുവരെ ഒറ്റ ഡ്രോ പോലും അഗ്രികൾച്ചറിലും അതേപോലെ സ്റ്റെം കാറ്റഗറിയിലും അവർ നടത്തിയിട്ടേ ഇല്ല.
അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഈ കാറ്റഗറി ഉണ്ടാവുമോ എന്നുള്ളത് ഇതുവരെ ഉറപ്പായിട്ടില്ല. പിന്നെ ഉള്ളത് ഫ്രഞ്ചാണ്. ഉറപ്പായിട്ടും നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഇവിടെ ഫ്രഞ്ചിന് ഓരോ വർഷം ആൾക്കാരുടെ എണ്ണം കൂട്ടാനാണ് കാനഡ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് കാർണി ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാർക്ക് കൂടുതൽ, പ്രത്യേകിച്ച് ഔട്ട്സൈഡ് ക്യൂബക്കിലുള്ളവർക്ക്, ബാക്കിയുള്ള പ്രൊവിൻസിലോ അതായത് ഒണ്ടാരിയയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊവിൻസിലോ ഒക്കെ ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടണം എന്നാണ് മാർക്ക് കാർണി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് കാറ്റഗറിയിൽ ഉള്ളൊരു കാറ്റഗറി അവർ കീപ്പ് ചെയ്യാനുള്ള സാധ്യത. അത് നാട്ടിലുള്ളവർക്കും ഈ ഫ്രഞ്ചൊക്കെ പഠിച്ച് ആ ഒരു നല്ല സ്കോർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ PR എടുത്ത് കാനഡയിലേക്ക് വരാൻ സാധിക്കും. ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഏകദേശം അടുത്ത മാസം കാനഡയിൽ തന്നെയുള്ള എല്ലാ പ്രൊവിൻസിലെ മിനിസ്റ്റേഴ്സിനെ എല്ലാം ഒരുമിച്ചിരുത്തി അവരൊരു ഡിസ്കഷൻ നടത്തുകയാണ്. അവർക്ക് കിട്ടിയ ഡേറ്റയായിട്ട് ഒത്തുനോക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏത് ഫീൽഡിലാണ് കൂടുതൽ ആൾക്കാരെ വേണ്ടിയതെന്നൊക്കെ അവർ മനസ്സിലാക്കി അതിനുശേഷം ഒരു നവംബർ ആകുമ്പോഴത്തേക്ക് 2026 ഏതൊക്കെ കാറ്റഗറിയിലാണ് അവർ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ കാറ്റഗറിയാണ് ഇനി പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്, അതേപോലെ ഇപ്പോൾ ഉണ്ടായിരുന്ന കാറ്റഗറി ഏതെങ്കിലും റിമൂവ് ചെയ്യുമോ എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. കാനഡയിൽ ഇപ്പം സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ട്രീമാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അതൊരു കാറ്റഗറി ഒരു ഇതല്ലാത്തതുകൊണ്ട് തന്നെ അത് എന്തായാലും കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് അത് കണ്ടിന്യൂ ചെയ്യും. ഇത് ഞാനിപ്പം പറഞ്ഞ ഇത്രയും കാറ്റഗറി ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാൻ പോകുന്നത് ഔട്ട്സൈഡ് കാനഡ ഉള്ളവർക്കാണ്. കാരണം ഔട്ട്സൈഡ് കാനഡ ഉള്ളവർക്ക്, അതായത് ഇന്ത്യനൊക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ് PR എടുത്ത് വരാൻ ഈ കാറ്റഗറി ബേസ്ഡ് മാത്രമേ അവർക്ക് സാധിക്കത്തുള്ളൂ. ആ ഇൻഫർമേഷൻ വരുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.